PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ച ചെയ്തു. കഴിഞ്ഞ ഗവൺമെൻറ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം. അതിനെ ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. 2, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ് നൽകണം എന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് സമർപ്പിക്കും.